എന്താ ചെയ്യ? ഇന്നാണ് ഈ കൂട്ടുകാർക്ക് ചെലവിയാന്നും പറഞ്ഞുപോയി. കാശ് കയ്യിലുമില്ലല്ലോ. അവളുടെ അടുത്ത് എന്തെങ്കിലും ഉണ്ടാവോ ഒന്ന് ചോദിച്ചു നോക്കാം. പാത്രം കഴുകണ ഞാൻ സഹായിക്കട്ടെ? ഞാൻ കഴുകിത്തരവണി. ഞാൻ വേണ്ട വേണ്ട വേണ്ട, ഇപ്പൊ എനിക്കൊരു സഹായവും വേണ്ട. പുതിയതായിട്ടൊരു സഹായം ചെയ്യലൊക്കെ ഞാൻ സഹായിക്കാൻ. ഞാനല്ലേ ഉള്ളു നിന്നെ സഹായിക്കാൻ. അല്ലെങ്കിൽ കാണാറില്ലല്ലോ ഈ ആൾക്കാരൊക്കെ ഇങ്ങട്. എന്താണ്? അതെ, ഇനി എന്റെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ചെലവിയാന്ന് പറഞ്ഞു പോയി. എന്റെ അടുത്ത് കുറച്ച് പൈസ ഷോർട്ടേജ് ഉണ്ട്. നീ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ? ഹെൽപ്പ് ചെയ്യാനാ? എന്റെ അടുത്ത് എവിടെ നിന്ന് പൈസ ഇരിക്കണത്? നിന്റെ അടുത്ത് എന്തെങ്കിലും മറ്റേ കുടുംബശ്രീ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഫണ്ടൊക്കെ ഉണ്ടാവത്തല്ലേ? എന്റെ അടുത്ത് ഒരു പൈസ ഇല്ല. അതെ അതെ, പിന്നെ കൂട്ടുകാർക്ക് ചെലവ് ചെയ്യാൻ ഇപ്പൊ ഞാൻ പൈസ തരാം. വേറെ എല്ലാ കാര്യം ഉണ്ടോ? തിരിച്ചു തരാ, അല്ലെങ്കിൽ തിരിച്ചു തരാന്ന് പറഞ്ഞതൊക്കെ തന്നേക്കല്ലേ. ഇതായിരിക്കും സോപ്പിട്ട് വന്നത്. ഞാൻ ശരിക്കും സഹായിച്ചു തരാന്ന് പറഞ്ഞതാ. എന്തായാലും പൈസ ഒന്നും എടുത്തില്ല. ആ കാര്യം വിചാരിച്ചെങ്കിലും കാര്യം വേണ്ട. പോവാൻ നോക്ക്. അവൻ വിളിക്കുകയാണല്ലോ. ഹലോ. എടാ പൈസ ആയിട്ടില്ല. എന്നാലും വരാ ഞാൻ. ഞാൻ വരാം. എന്തെങ്കിലും വഴി ഉണ്ടാക്കാം, പോവാ. കാശുണ്ടല്ലോ. എടാ, ഇത് നമുക്ക് ഇതിനകത്ത് ID കാർഡല്ലോ ഉണ്ടോ? എന്തിനാണ്? വേറൊന്നല്ല, വല്ല പാവപ്പെട്ടവരൊക്കെ ആയിരിക്കുള്ളത്. പാവപ്പെട്ടവര് ഇതിനെ കാശൊക്കെ വെച്ചിട്ട് നമുക്ക് ഇത് ആർക്കാന്ന് വെച്ചാൽ കൊടുക്കാതെ അന്വേഷിച്ചിട്ട് എന്താന്ന് വെച്ചാൽ നമ്മളെന്തിനാ വെറുതെ കൊടുക്കണം? അല്ലേ, ഞാൻ എന്റെ ഒരു ഇത് പറഞ്ഞേ. പിന്നെ പറ്റുമെന്നുണ്ടെങ്കിൽ കൊടുക്കണമായിരിക്കും നല്ലത്. നമുക്ക് പഠിച്ചു വിളിക്കാം. നമുക്ക് പഠിച്ചു വിളിക്കാം. ഓ, എന്താണ് സന്തോഷം. ബാക്കിയുള്ളവനിവിടെ തലക്ക് പ്രാന്ത് പിടിച്ചിരിക്കണം. ഇവിടെ പണ്ട് തുള്ളിച്ചാട്ടം. ഞാനിന്ന് ചാടും. നിന്റെ അടുത്ത് എന്തെങ്കിലും ഒരു പൈസ ചോദിച്ചപ്പോ എന്തായിരുന്നു നിന്റെ അഹങ്കാരം? എനിക്ക് നീ തന്നില്ലെങ്കിലേ പൈസ കിട്ടോടി. ഞാൻ കൂട്ടുകാർക്കൊക്കെ തകർത്ത് ചെലവ് ചെയ്ത് നീ തന്നില്ലെങ്കിലോ എനിക്ക് ചെയ്യാൻ പറ്റും. ഓ, വലിയ കാര്യായിപ്പോയി. ഇവിടെ എന്താണ് ഞാനിങ്ങനെ വിഷമിച്ചിരിക്കണെന്ന് ചോദിച്ചൂടെ? എന്തൊരു മനുഷ്യനാണിത്. നീ ഇപ്പൊ എന്തിനാണ് ഇത്രമാതിരി വിഷമിക്കണ? ഇപ്പൊ ഞാനേ കുടുംബശ്രീന്ന് കുറച്ച് ലോൺ എടുത്തിട്ടുണ്ടായിരുന്നു. ഒരു 6000 രൂപ ഉണ്ടായിരുന്നു. എന്റെ കഷ്ടകാലത്തിന് അത് വഴിപ്പോയി. പിന്നെ ചെന്ന് നോക്കിയിട്ട് അവിടെ ഒന്നും കാണാനും ഇല്ല. നിങ്ങൾക്ക് വല്ലതും തരാ, വീട്ടിലേക്ക് എന്തെങ്കിലും ചെയ്യാൻ കരുതി എടുത്താണോ? അതും പോയി. മനുഷ്യനെ ആലോചിക്കുമ്പോ 6000 രൂപ ഇത് അടച്ചും തീർക്കണല്ലോ. ഈശ്വര, 6000 രൂപ പോയാ? അതാണുങ്ങളുടെ പേഴ്സ് വല്ലതുമായിരുന്നു? ആണുങ്ങളുടെ പേഴ്സായിരുന്നു. നിങ്ങൾക്ക് കിട്ടിയായിരുന്ന പേഴ്സ്? എനിക്ക് കിട്ടിയൊന്നുമില്ല. അതെങ്ങനെ എനിക്ക് കിട്ടുന്നത്? എന്റെ ID കാർഡും ആധാർ കാർഡും ഒക്കെ അതിന്റെ അകത്ത് ഉണ്ടായിരുന്നു. ഏതെങ്കിലും ഒരു മനസ്സാക്ഷിയുള്ളവനാണെങ്കിൽ അതിപ്പോ കൊണ്ടു തന്നാനെ. എന്റെ പേഴ്സ് കിട്ടിയവൻ ഏതായാലും അവൻ ആ കാശും കൊണ്ടുപോയി പോവുള്ളൂ. നീ ശപിക്കല്ലേ? കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്. ഇവിടെ ഇത്ര ഉള്ളൂ പൈസ ബാലൻസ്. എങ്ങനെ ഇത് ഞാൻ പണിയെടുത്ത് ഒപ്പിച്ചതാ? തനിക്ക് തന്നെയല്ലേ കാശ് കിട്ടിയത്? 6000 രൂപ കിട്ടിയിട്ട് എത്രയാണ് ബാക്കിയുള്ളത്? 350 രൂപയെ? സമ്മതിക്കണം മോനെ.